The Lord God is one Lord. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത് യാക്കോബ് ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇനി മനുഷ്യൻ അറിയുന്നില്ല, പിശാച് ഈ കാര്യത്തെ കുറിച്ച് എന്താ അറിയുന്നു എന്നുള്ളതാണ്. When James talk about it, he is talking what devils know about God. 2:19. James 2 and verse 19. You believe that God is one. Do you well? The demons also believe and shudder. ഇവിടെ പിശാചുക്കളെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നത്. The demons also believe and shudder. They shake. അപ്പൊ ഈ ഭാഗങ്ങളിലെല്ലാം ആവർത്തിച്ച് പറയുന്നത് God is one, God is one, God is one. So repeatedly in all these three portions we read that God is one. ആ ദൈവം തന്നെ ന്യായപ്രമാണം നൽകിയപ്പോൾ ആദ്യമേ പറഞ്ഞത് പുറപ്പാട് 20:1-2 വാക്യങ്ങളിൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. That same God told Moses when the Ten Commandments were given, he said that thou shalt not have any other God other than me. ചുരുക്കി പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം വേദപുസ്തകത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. In other words, monotheism is not supported. Polytheism is not supported by the scriptures. അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. Thou shall not have other gods. പഠിപ്പിക്കൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒന്നും തന്നെയാണ്. The teaching in the Old Testament and the New Testament is one and the same. ഞാനല്ലാതെ വേറെ ദൈവം ഉണ്ടാകാൻ പാടില്ല. Thou shall not have another God other than me. അപ്പോൾ ദൈവം ഒന്ന് അല്ലെങ്കിൽ God is one എന്ന പഠിപ്പിക്കലാണ് ഇംഗ്ലീഷ് ബൈബിൾ അനുസരിച്ച് നമ്മൾ വായിച്ചു കേട്ടത്. So we read here that God is one. ഇനി ആ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. Now the problem arises now. അപ്പോൾ God is one എന്ന് പറയുന്ന അതേ പുസ്തകം തന്നെ ആരംഭിക്കുമ്പോൾ ദൈവത്തിൽ ഒരു ബഹുത്വമുള്ളതുപോലെ നമുക്ക് തോന്നും. So in the first verse of Genesis, when we read that, it is implied that in that one God there is a plurality is involved. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. That is our fourth point. അപ്പോൾ God is spirit. God is spirit. രണ്ട് God is person. God is a person. Then third one is God is one. God is one. Number 4, God is plural. God is plural. That's the fourth point. നാലാമത്തെ പോയിന്റാണ്. എന്താണ് ദൈവത്തിൽ ഒരു ബഹുത്വമുണ്ടെന്ന് പറഞ്ഞാൽ? What does it mean? There is a plurality exists in one God. ഒരു 4 വാക്യങ്ങൾ ആദ്യ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത് തന്നെ വായിക്കാം. Let's read 4 verses from Genesis chapter 1. ഒന്ന് ഉൽപ്പത്തി 1:26. Genesis 1 and verse 26. ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് ദൈവം ഒരുങ്ങുകയാണ്. Here God is preparing to make man. അപ്പൊ ദൈവം പറയാണ്, Then God said, വരുവീൻ നാം അനന്തര ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. Let us make man in our image according to our likeness. ആരാ ഇത് പറയുന്നത്? Who is saying this? ദൈവം പറയാ. God said. ചിലർ പറഞ്ഞ ദൂതന്മാരോടാ പറയുന്നതാ. Some people say that God is telling this to angels. എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഇങ്ങനെ മീഖായേലിനെയും ഗബ്രിയേലിനെയും എല്ലാവരും കൂട്ടിയിരുത്തിക്കൊണ്ട് പറയാ, ഇടവേ എല്ലാ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പം ബാക്കി ആകെപ്പാടെ മനുഷ്യനെ കൂടെ ഉണ്ടാക്കിയാൽ മതി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയാണെന്നാ ചിലർ വിചാരിക്കുന്നത്. So some people interpret that God is telling his archangels that all the other creation is complete. Now let us make man. ഇങ്ങനെയുള്ള യഹോവ സാക്ഷികളും ക്രിസ്ത്യാഡൽഫിയൻസും ഉണ്ടാകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം 27ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി. See, these teachings are put forward by Jehovah Witness and the other groups. So the same God is saying in verse 27 that God created man in his own image. In the image of God he created him, male and female he created them. ഇനി ദൂതന്മാരോട് പറഞ്ഞപ്പോൾ നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ദൂതന്മാരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നെങ്കിൽ 27ാം വാക്യം എങ്ങനെ എഴുതണമായിരുന്നു? ദൈവത്തിന്റെയും ദൂതന്മാരുടെയും സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയണമായിരുന്നു. If God said to angels that let us make God, then the 27th verse should have been like this: God created man in the image of God and the angels. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയതാ സൃഷ്ടിച്ചെന്ന് 27 പറയുന്നത്. Here we read that God created man in his own image. അങ്ങനെയെങ്കിൽ ഈ നാം നമ്മുടെ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്തായിരിക്കണം? So what does it mean when we read here that let us make and let us make? God is one എന്ന് പറയുമ്പോൾ തന്നെ പറയണം let us. God is saying God is one. At the same time the usage is let us make. ഇനി 3:22 നോക്കുക. Let's read Genesis 3:22. അവിടെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെ പറയുകയാണ്,
മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. After Adam and Eve committed sin, here God is then saying that, verse 22, then the Lord God said, behold, the man has become like one of us. One of us. He has become like one of us. അപ്പൊ നമ്മിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആള് ഒന്നിലധികമാണ് നമുക്ക് തോന്നിപ്പോവുക. So that means the person who is talking here, there is a plurality in him. അങ്ങനെ നമുക്ക് തോന്നിയാൽ തെറ്റ് പറയാനുണ്ടോ? Is it wrong to say like that? ഉണ്ടോ? ഇല്ല. ഇനി 11-6 വാക്യം നോക്കുക. ബാബേൽ ഗോപുരം പണിത് കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നത്. So let us go to Genesis 11 and read verse 6. After the Tower of Babel was built, he said, behold, they are one people and they all have അതിന്റെ പുറകിലത്തെ വാക്യം the Lord came down to see the city and the tower which the sons of men had built. The Lord said, behold, they are one people and they all have the same language, and this is what they began to do, and now nothing which they purpose to do will be impossible for them. Come, let us go down. Let us go down. നാം ഇറങ്ങിച്ചെല്ലുക. Come, let us go down. ആരാ പറയുന്നത്? Who is saying this? ദൈവം പറയാ. God himself is saying us. അപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ ഉണ്ടാക്കാം നമ്മിലൊരുവനെ പോലെയായി നാം ഇറങ്ങിച്ചെല്ലുക. So let us go down and let us create him in our image. അപ്പോൾ ഈ പറയുന്നത് ഒരാളല്ല, പലരും ചേർന്ന് പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പോവാ. So we feel like not one person alone is saying, but more than one person is പറയുന്നതെല്ലാം ദൈവമാ പറയുന്നത്. But God is speaking here. അങ്ങനെ ദൈവം പറയുമ്പോൾ ആ ദൈവത്തിൽ തന്നെ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ തന്നെ പലരുള്ളത് പോലെ നമുക്ക് തോന്നിപ്പോകും. So it is understood that in one God there is plurality existing. ഇനി ഉൽപ്പത്തി 1-ാം ആദ്യ വാക്യങ്ങൾ വായിച്ചാൽ കുറെ കൂടെ വ്യക്തമാകും. So when we read the first verse of Genesis chapter 1, it will be a little more clear. അവിടെ നാം വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. There we read that in the beginning God created the heavens and the earth. തീർന്നില്ല. അതിന്റെ വിശദീകരണം, ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള വിശദീകരണം സൃഷ്ടിയുടെ വിശദീകരണം പറയുന്നുണ്ട്. So further it is explained about the creator and the creation. 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. In verse 2 we read that the spirit of God moved over the water. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. God commanded, let there be light. അപ്പൊ സൃഷ്ടി എങ്ങനെ ഉണ്ടായി? So how creation was made? സൃഷ്ടിയോട് ബന്ധപ്പെട്ട ദൈവത്തിന്റെ പ്രവർത്തനം കാണുന്നു. So we see the activity, the work of God in relation to the creatures, the creation. 2, ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് കാണുന്നു. Then we read about the spirit of God. 3, സൃഷ്ടിക്കാൻ മുഖാന്തരമായ കൽപ്പന കാണുന്നു. Then we read that command which was the means by which everything was created. ആ കൽപ്പന എന്താണെന്നുള്ളത് 33-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. In Psalm 33 and verse 6 we read what that command was. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. We read that by the powerful word of God heaven and everything was created. ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. Everything was created by his word. അപ്പോൾ ഉൽപ്പത്തി 1-ാം വാക്യത്തിൽ കൽപ്പിച്ചു എന്ന് പറയുന്നത് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. So when we read that he created everything by his word, that means by his word everything was created. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ നാം കാണുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും വചന മുഖാന്തരം ഉളവായി. So in John's Gospel chapter 1 we read that the first verse we read that in the beginning was the word. In the beginning was the word, and the word was with God, and the word was God. He was in the beginning with God. All things are made. All things came to him being through him, and apart from him nothing came into being that was come into being. അപ്പോൾ സകലവും സൃഷ്ടിച്ചത് ആരാണ്? So who created everything? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ the word. വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം സകലത്തെ സൃഷ്ടിച്ചു. In the beginning was the word, and that word created everything. ഇനി അത് 14-ാം വാക്യത്തിൽ പറയുമ്പോൾ വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിന്റെ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. So John 1 and verse 14 we read that, and the word became flesh and dwelt among us, and we saw his glory as of the only begotten from the Father, full of grace and truth. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ? I hope it is clear.
കൽപ്പനയാലാണ് ഉണ്ടായത് 31 പറയുമ്പോൾ ആ കൽപ്പന വചനമാണ് 33 സങ്കീർത്തനം 6 വാക്യം പറയുന്നു. ആ കൽപ്പന എന്ന് പറയുന്നത് വചനമായ ക്രിസ്തുവാണെന്ന് യോഹന്നാൻ ഒന്നും പറയുന്നു. In Genesis we read that God commanded and everything came into existence. And in Psalm 10 we read that 33:6 we read that. Yeah. Both are the same. In eternity, the plan was made by the triune God, and the creative work was done by the Lord Jesus through. He is a mediator. How do you make a decision between that which happened in the eternity and in the time? Yeah. Yeah. Now my question: how do you differentiate? That's a philosophical statement. In eternity, God made, and the Son brought into. No, it is clearly said that all things are made by Him. That simply means it is the Lord Jesus who made. Yeah. Plan was made. Yeah. Yeah. In the divine plan, God the Father planned it. Son did the creation work. Okay? And the Holy Spirit preserved it. See, we cannot make something that happened in the eternity and in the time. Only once the work of creation was done. But a plan was made earlier. The work was done in eternity, and that was the beginning of time. Eternity came to an end by history. Okay. Salvation was planned by God, the triune God. Then again, all the things were planned by the triune God. We read that God the Father created. In Job, we read that the spirit of man came to being by the Holy Spirit. And the Lord Jesus, as far him is concerned, it says that the Lord Jesus made it. So we cannot, as far we are the human beings, we with limited knowledge, we can just say that God the Father, God the Son, God the Holy Spirit made. But the triune God involved in every activity. Whether it is creation or salvation or giving of gift of preservation, the triune God is involved. And for study's sake, we make a distinction. That's all we do. Otherwise, each individual person of the Trinity has his own way of work. And I will bring it into your notice later. Okay? So, God is spirit. ദൈവം ആത്മാവാകുന്നു. God is person. ദൈവത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. God is what? തിരിഞ്ഞു പോയി. It's okay. ദൈവം ആത്മാവാകുന്നു, ദൈവം വ്യക്തിയാകുന്നു, ദൈവം വണ്ണാകുന്നു. God is one. ദൈവത്തിനൊരു ബഹുത്വമുണ്ട്. And there is a plurality in God. ആ ബഹുത്വം എന്ന് പറയുന്നതിൽ ഉൽപ്പത്തി 1 നാം വീണ്ടും വരുമ്പോൾ in the beginning God, ആദിയിൽ ദൈവം സൃഷ്ടിച്ചു. So in Genesis 1 we read that in the beginning God created. അവിടെ ദൈവം എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. There that word used in Genesis 1, God, that is an important terminology. ആ വാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരുന്നാൽ ഈ വിഷയത്തോട് കൂറ് പുലർത്തുകയില്ല, അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ. If we don't explain that, give a little more explanation, it won't be justifiable. അവിടെ ദൈവം എന്നതിന് ഉപയോഗിച്ചത് വാക്ക് ഏലോഹിം എന്നാണ്. The word Elohim is used in Genesis 1:1. അതൊരു കോമ്പൗണ്ട് നൗൺ ആണ്. That is a compound noun. ആ നാമത്തെ 3 ആയിട്ട് വിഭജിക്കാവുന്നതാണ്. We can divide that name into 3. El, Allah, Allah, Im.
ഏൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ദൈവം എന്നുള്ളത്, സർവശക്തൻ എന്നാണ് അർത്ഥം. El means the all-powerful God. നമ്മുടെ കർത്താവ് ക്രൂശിൽ വെച്ച് ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചു. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. On the cross, our Lord cried, Eli, Eli, lama sabachthani. Eli means God. അപ്പൊ ആദിയിൽ ഏൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? Then was it not necessary to simply to say that El created heaven and earth? അങ്ങനെ പറഞ്ഞാൽ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചു എന്ന് തന്നെ അർത്ഥം വരും. The meaning would be the Almighty, all-powerful God created. എന്നാൽ അതോട് ചേർത്ത് അലായും കൂടെ വന്നിരിക്കുകയാണ്. ALAH എബ്രായ വാക്കാണ്. But in Hebrew, the word is alai. അലാഹ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ, വിശ്വസ്തനും സത്യവാനുമായവനെന്നാണ്. That means faithful and true. അപ്പോ സർവശക്തനായ ദൈവം വിശ്വസ്തനും സത്യവാനുമാണ്. The Almighty God is faithful and He is true. എന്നാൽ ഈ ദൈവത്തിലെ വ്യക്തിത്വത്തെ കുറിച്ച് പറയാൻ ഇം എന്ന വാക്കോട് ചേർത്തിരിക്കുക. But in order to mention the personality, the word im is also added. നമുക്കറിയാം മലയാളത്തിൽ അവ എന്നുള്ളതിനോട് ചേർത്ത് ഇൻ എന്ന് ചേർത്താൽ അത് പുല്ലിംഗമാണെന്നറിയാം. You know that in Malayalam that word can be made masculine when you say the last letter would prove whether one is singular, one is masculine or feminine. Feminine, yeah. അവൾ എന്ന് പറഞ്ഞാൽ അവയോട് ചേർത്ത് ഇ വരുമ്പോൾ അത് സ്ത്രീലിംഗമായി, അവയോട് ചേർത്ത് ഇർ വന്നു കഴിയുമ്പോൾ അത് ബഹുവചനമായി. അപ്പോൾ എബ്രായ ഭാഷയും അതുപോലെ തന്നെയാണ്. ആ വാക്കിന്റെ അവസാനത്തിലെ ആ ലെറ്റേഴ്സ് കൊണ്ടാണ് ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ എന്നറിയുന്നത്. So in Hebrew language, the suffixes used at the end of a word determines whether it is singular or plural or a person. ഇവിടെ ഇം എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ്. Im means it is a plural. എബ്രായ ഭാഷയ്ക്ക് നമ്മുടെ ഭാഷ പോലെയല്ല, ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. So for the Hebrew language there are three സിംഗുലർ, ഡ്യുവൽ ആൻഡ് പ്ലൂറൽ. Yes. ഈ മൂന്ന് വ്യത്യാസങ്ങളുണ്ട്. So they are different. ഒന്നാണെങ്കിൽ സിംഗുലർ, if it is one it is singular. രണ്ടാണെങ്കിൽ ഡ്യുവൽ, if it is two it is a dual. മൂന്നോ അതിലധികമാണെങ്കിലാണ് ബഹുവചനം. Three or more makes it a plural. നമുക്ക് ബഹുവചനം എപ്പോഴാകുന്നു? ഒന്നിലധികമുള്ളതല്ല, നമുക്ക് ബഹുവചനം. But in other languages, whenever it is more than one, it is a plural. അപ്പോൾ എബ്രായ ഭാഷയിൽ ഇം എന്ന ആ എൻഡിങ് വന്നു കഴിയുമ്പോൾ അത് ബഹുവചന രൂപമാണ്. But so in Hebrew, when that the suffix im is added, that is a plural. നമുക്കറിയാവുന്ന വാക്കുണ്ട് ചെരൂബീം. We know that word cherubim, സെറാഫീം, seraphim. അതെല്ലാം ബഹുവചനം, അനേകമാണ്. They are all plural. അപ്പോൾ ദൈവത്തിൽ ഒരു ഇം ഉണ്ട്. So in God there is a plurality. എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു ബഹുത്വമുണ്ട്. There is a plurality in one God. അപ്പൊ ബഹുവചനമായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. So that plurality in God, that God created heavens and earth. എന്ന രസകരമായ ഒരു ഭാഗം ആ ഏലോഹീം എന്നുള്ള ബഹുവചന കർത്താവിനോട് ചേർത്ത് ഭാഷയുടെ നിയമം അനുസരിച്ച് ക്രിയാപദമായ സൃഷ്ടിച്ചു എന്നുള്ളത് പറയുമ്പോൾ ബഹുവചനക്രിയ ഉപയോഗിക്കേണ്ടതായിരുന്നു. പക്ഷേ ബാറ എന്ന ഏകവചനക്രിയ ഉപയോഗിച്ചിരിക്കുക. But you know that Elohim, which is a plural noun, along with that the verb used is a singular noun. For the verb, singular verb. അത് തന്നെ തെളിയിക്കുന്നത് ദൈവത്തിനൊരു ബഹുത്വം ഉണ്ടെങ്കിലും പല ദൈവങ്ങളില്ലെന്ന്. So that itself proves that although there is a plurality in God, He is one. മനസ്സിലായല്ലോ? ഏതാണ്ടൊക്കെ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ദൈവത്തിനൊരു ബഹുത്വമുണ്ട്, ആ ബഹുത്വത്തിൽ അനേകത്വമില്ല, പല ദൈവങ്ങളില്ല. In God there is a plurality, but that doesn't mean that there are several gods. ഇനി ആ പ്ലൂറാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. So let us consider what is that plurality. അപ്പൊ നമ്മൾ കണ്ടു ദൈവം ആത്മാവാണ്. So we saw that God is spirit. ദൈവത്തിന് വ്യക്തിത്വമുണ്ട്. And He has a personality. ആ വ്യക്തിത്വത്തിൽ ഒന്നിലധികമുണ്ട്. And in that personality there are more than one. കുറഞ്ഞ പക്ഷം 3 വ്യക്തികളെങ്കിലും ഉണ്ട്. 3 persons. ഇനി അത് 3 ആണോ 30 ആണെന്ന് എങ്ങനെ അറിയാം? How do we know it is whether 3 or it's 30? ഉൽപ്പത്തിയിൽ നമ്മൾ ആദ്യം ഒരു സൂചന കണ്ടു, ദൈവം, വചനം, ആത്മാവ്. In Genesis we got a hint, God, word and spirit. ഇനി അടുത്ത 1-2 വേദഭാഗങ്ങൾ നോക്കുമ്പോൾ ആ ബഹുത്വം എന്ന് പറഞ്ഞ അനേകത്വമല്ല, 3 ഉള്ളെന്ന് തെളിയാം. So the following verses that we are going to read will prove that they are not multiple but only 3. അതാണ് 5ാമത്തെ പോയിന്റ്. That is the 5th point. ബഹുത്വം അനേകത്വമല്ല. Plurality is not many. Plurality is not many. സംഖ്യ 6:21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യ 6:21 മുതൽ 23 വരെ. Numbers chapter 6 and verses 21 to 23. അവിടെ അഹരോൻ ജനത്തെ ആശീർവദിക്കാനായിട്ടുള്ള ആശീർവാദ വചനങ്ങളാണ്. They are the words of Moses to bless the people.
യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾ കൃപയുള്ളവരാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. We are reading from Numbers chapter 6, verse 23 onwards. Speak to Aaron and to his sons, saying, Thus thou shalt bless the sons of Israel. You shall say to them, The Lord bless you and keep you. The Lord make his face shine on you and be gracious to you. The Lord lift up his countenance on you and give you peace. എത്ര പ്രാവശ്യം ലോഡ് എന്ന് പറയുന്നുണ്ട്? How many times the word Lord is repeated there? 3 പ്രാവശ്യം. 3 times. യഹോവ അനുഗ്രഹിക്കട്ടെ. Let the Lord bless. യഹോവ തിരുമുഖം പ്രകാശിപ്പിക്കട്ടെ. Let Lord shine his face on you. യഹോവ നിന്നെ കാക്കുമാറാകട്ടെ. The Lord lift your countenance. ഇനി അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. What is the next verse? So they shall invoke my name on the sons of My Israel. name, എന്റെ നാമം. എന്റെ നാമങ്ങളല്ല, എന്റെ നാമം. It is singular, my name. അപ്പൊ 3 പ്രാവശ്യം യഹോവ 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 എന്ന് പറഞ്ഞിട്ട് എന്റെ നാമം. So 3 times it is repeated, Lord, 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 and then says, my name. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരായിരുന്നു? Was it not necessary to say only once? 2 പറഞ്ഞാൽ പോരായിരുന്നു? Or twice? 4 പറയാൻ മേലായിരുന്നു? Why not 4 times? എന്തുകൊണ്ട് 3 ആയിട്ട് നിർത്തിയത്? Why it is limited to 3? യെശയ്യാവ് 6:3 പറയുമ്പോൾ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ Holy, holy. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അതിന് 3 പ്രാവശ്യം പറയുന്നത്. So in Isaiah chapter 6, where seraphims are worshipping God, they say 3 times, Holy, holy, holy. holy, holy, holy. 4 പ്രാവശ്യം പറഞ്ഞത് എന്താ? Not 4 times. അവിടെയും ഈ ബഹുത്വമായ ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നുള്ള സൂചന കിട്ടുക. There also we get a hint that in this one God there is a plurality. അപ്പൊ ദൈവം ആത്മാവാണ്, God is spirit, ദൈവം വ്യക്തിയാണ്, he is a person, ആ വ്യക്തിത്വത്തിൽ ഒരു ബഹുത്വമുണ്ട്. and in that personality there is a ആ plurality. ബഹുത്വം എന്ന് പറഞ്ഞാൽ 33 30 ഒന്നും അല്ല. But that plurality doesn't mean that 33,000. ആ ബഹുത്വത്തിൽ ഒരു 3 ഉള്ളെന്നൊരു സൂചനയുണ്ട്. But there is a hint that in that plurality only 3. ഇനി ആ 3 എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. And what are the 3 God? യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം 12-16 വാക്യങ്ങൾ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളാണ്. Isaiah chapter 48, 12 and 16. verse 12 and 16. Isaiah 48, 12 and 16. Listen to me, O Jacob, even Israel whom I called. I am he. I am the first. I am also the last. ഞാൻ എന്ന് 12-ാം വാക്യം. 16-ാം വാക്യം. Let's read verse 16. Come near to me. Listen to this. From the first I have spoken in secret. From the time it took place, I was there. And now the Lord God has sent me and his spirit. യഹോവയായ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു, ആത്മാവിനെ. Now the Lord God has sent me and his spirit. അപ്പോൾ ആദ്യം പറയുകയാണ് ഞാൻ അനന്യൻ. യഹോവയായ ഞാൻ എന്ന് പറയുമ്പോൾ അതോട് ചേർത്ത് പറയുകയാണ് യഹോവ എന്നെ അയച്ചിരിക്കുന്നു, ആത്മാവിനെ അയച്ചിരിക്കുന്നു. Here we read that the Lord God has sent me and his spirit. അപ്പൊ 3 വ്യക്തികളായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. There we see 3 persons. ഇതേ കാര്യം തന്നെ 63-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. In Isaiah 63 verse 7 to 10 we read the same thing. 50-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലുണ്ട്. In Psalms 50 verse 1 we come across the ചുരുക്കി same പറഞ്ഞാൽ ഈ വേദഭാഗങ്ങളിലെ 3 വ്യക്തികളെ കൊണ്ട് ദൈവം എന്ന് പറഞ്ഞിരിക്കുക. So in all these portions, God, when he talks about God, 3 persons are there. അപ്പൊ ദൈവത്വത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്നുള്ളതായ തെളിവുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. So these are the proof that in the Godhead there are 3 persons. നമുക്കിനി പുതിയ നിയമത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. Let's come to the New Testament. ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ നമ്മുടെ കർത്താവിന്റെ സ്നാനം കാണാം. In Luke chapter 3 we read about the baptism of Lord 21-22. about Jesus Christ. അവിടെ യേശുക്രിസ്തു സ്നാനമേൽക്കാൻ വെള്ളത്തിൽ നിൽക്കുന്നു. There Lord Jesus is in the water. സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വരുന്നു. After his baptism the spirit of God came from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And from heaven God the Father said, he is my beloved son. അപ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു വ്യക്തിയുണ്ട്. So in heaven there is a person. ഒരു വ്യക്തിയെ സ്വർഗ്ഗത്തിൽ പറഞ്ഞു വിടുന്നു. And one person is sent to this heaven. കർത്താവായ യേശു ഇവിടെ വെള്ളത്തിൽ നിൽക്കുന്നു. And Lord Jesus is standing in the water. അപ്പോൾ ഒരേ സമയത്ത് എത്ര വ്യക്തികളുണ്ട്? So at the same time how many persons are there? 3 വ്യക്തികളുണ്ട്. 3 persons. ചിലർ വിചാരിക്കുന്നത് ഒരാൾ 3 ആയിട്ട് അവതരിക്കുകയാണെന്ന്. Some people think that one person is incarnating in 3 different forms. അങ്ങനെയല്ല, 3 വ്യക്തികൾ തന്നെ ഉണ്ട്. That is not true. There are 3 persons. ഇനി കർത്താവിന്റെ പരീക്ഷ നോക്കണം. Now let's read the portion concerning the temptation of God. ലൂക്കോസ് 4-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കണ്ട, നമുക്ക് പരിചയമുള്ളതാണല്ലോ.
Luke's Gospel chapter 4, we read that. അവിടെ നാം വായിക്കുന്നത് ദൈവം യേശുക്രിസ്തുവിനെ അയക്കുകയാണ്. There we read that God sent Lord Jesus Christ. ആത്മാവ് അവനെ നിർബന്ധിക്കുകയാണ്. And the Spirit of God is compelling him. കർത്താവ് മരുഭൂമിയിലേക്ക് പോവുകയാണ്. And the Lord Jesus is going to the wilderness. അവിടെയും ഈ 3 വ്യക്തികളെ കാണാം. There also we come across 3 persons. അപ്പൊ ദൈവത്വത്തിൽ 3 വ്യക്തികൾ. So in Godhead there are 3 persons. ഇനി നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് സ്നാനപ്പെടുത്താൻ പറയുന്നത് മത്തായി 28:20 വാക്യത്തിലുണ്ടല്ലോ. Now in Matthew chapter 28, where God gives the ordinance of baptism, അവിടെ ആ സ്നാനപ്പെടുത്തുമ്പോൾ പറയേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിലല്ല, നാമത്തിൽ. So there God commanded that which thou shalt baptize people in the name of God the Father, God the Son, and God the Holy Spirit. അപ്പോൾ സ്നാനത്തിൽ ഉപയോഗിക്കേണ്ട നാമം അഥവാ അധികാരം എന്ന് പറയുന്നത് 3 വ്യക്തികളുടെ നാമമാണ്. So at the time of baptism, the power, the authority to be used is the triune God's authority. ആ ദൈവത്തിന്റെ നാമങ്ങളല്ല, നാമം. They are not the names of God, but the name of God. ഇനി നമ്മുടെ ആശീർവാദം നമുക്കറിയാലോ, പിതാവിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും. So when we say pronounce the benediction, we say that in the name of God the Father, God the Son, and God the Holy Spirit. 2 Corinthians 13:14 അത് വായിക്കുന്നു. We read that 2 Corinthians chapter 13 and verse 14. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം 3 വ്യക്തികളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ 3 ദൈവങ്ങളല്ല, ഒരു നാമമുള്ള ദൈവം, ഒരേ ഒരു നാമം. So in all these portions, we read that there are 3 persons but one God.